വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ. ഇന്ന് വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഫ്രൈഡ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിക്കുക, ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കുക. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക, ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കഴിയുമ്പോൾ അത് നന്നായി സ്ക്രാമ്പിൾഡ് എഗ് ആകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഇടുക, ഒപ്പം ക്യാബേജ് ഇടുക. ക്യാബേജ് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്, അതും കൂടെ ചേർക്കുക. അതോടൊപ്പം തന്നെ നമുക്ക് ക്യാരറ്റ് ചീകി വെച്ചിട്ടുണ്ട്, ആ ക്യാരറ്റും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അതിൽ തീർപ്പെല്ലാം വറ്റി കഴിയുമ്പോൾ അതിലുള്ള ജലാംശം മുഴുവൻ വറ്റി നല്ല പച്ചച്ചുവയെല്ലാം മാറി നിൽക്കുമ്പോൾ നമുക്കതിലേക്ക് പുഴുങ്ങിയിട്ട് പിച്ച് വെച്ചിട്ടുണ്ട് ചിക്കൻ. ആ ചിക്കൻ പൊടിച്ച് വെച്ചത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതും നന്നായിട്ട് അതിലത്തെ ഈർപ്പം എല്ലാം നന്നായിട്ട് മാറണ വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബസ്മതി റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിടാണ്ടാണ് കേട്ടോ വേവിച്ചിട്ടുള്ളത്. എന്നിട്ട് ആ റൈസ് ഇതിലേക്ക് ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. അതിന് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, പാകത്തിന് കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ ചേർക്കണത്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ഒഴിക്കുന്നുണ്ട്. ഈ സോസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ, അല്ലാതെ മറ്റേ സോസുകളൊന്നും ചേർക്കില്ല. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. എന്നിട്ട് അത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാറുണ്ട്. അത് അജിനോമോട്ടോ ചേർക്കാറില്ല കേട്ടോ, പക്ഷേ ഇത് ചേർത്താൽ മതി. ഇത് നല്ലതാണ്, കുട്ടികൾക്കത് കൊടുക്കുമ്പോൾ പഞ്ചസാരയാകുമ്പോൾ നമുക്ക് പ്രശ്നമില്ലല്ലോ. പിന്നെ അതിന് ശേഷം നമുക്ക് സ്പ്രിംഗ് ഓനിയനും കൂടി ഇട്ടിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഉണ്ടാക്കി നോക്കൂ.